നിങ്ങളൊരു സ്മാർട്ട് ഫോൺ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നു. നിങ്ങളുടെ ഒരു 20,000 രൂപയ്ക്ക് താഴെയാണ് ബഡ്ജറ്റുള്ളത്. നിങ്ങൾ യൂട്യൂബിൽ നോക്കുമ്പോൾ അവർ പല പല സ്മാർട്ട് ഫോൺസ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അതിലെല്ലാം കോമൺ ആയിട്ടൊരു സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. സത്യത്തിൽ ഇതാണ് 20,000 രൂപയ്ക്ക് വരുന്ന ദ ബെസ്റ്റ് സ്മാർട്ട് ഫോൺ. അതാണ് CMF ഫോൺ 2 Pro. ഇതിനെക്കുറിച്ചധികം കാരണങ്ങളുണ്ട്, എന്തൊക്കെയാണെന്നില്ല. അതിൽ ഒന്നാമത്തേത്, ആളുകൾ നത്തിങ് ഫോൺ ഇഷ്ടപ്പെടാനുള്ള ഒന്നാമത്തെ കാരണം ഇതിൻ്റെ OS, നത്തിങ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ആപ്പിൾ മറ്റുള്ള ഫോൺസിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം അതിൻ്റെ OS ആണ്, ആപ്പിളിൻ്റെ iOS. അതുപോലെ തന്നെയാണ് ആൻഡ്രോയിഡിലും കുറേ അധികം OSകളുണ്ട് പല പല കമ്പനികൾക്കും. അതിൽ നത്തിങ് എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു കാരണം ഇതിൻ്റെ OS ആണ്, നത്തിങ് OS. ഈ ഫോണിൻ്റെ OSനും കുറേയധികം പ്രത്യേകതകളുണ്ട്. ആദ്യത്തേത്, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. യാതൊരുവിധ ബ്ലോക്കേഴ്സും ഇല്ല, അതായത് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ്. നമ്മൾ മറ്റുള്ള ആൻഡ്രോയിഡ് ഫോൺസ് മേടിക്കുമ്പോൾ അതിനകത്ത് കുറേയധികം ആപ്ലിക്കേഷൻസ് മേടിച്ച് ഇൻസ്റ്റാൾ ആ ഫോൺ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഉണ്ടാവും, ഓൾറെഡി അതിനകത്തുണ്ടാവും. പക്ഷേ ഇതിൽ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. രണ്ടാമത്, ഇതിൻ്റെ UI ഡിസൈൻ ഒരു മോണോക്രോം ഡിസൈനാണ്. അതായത് എല്ലാ കാണുന്ന ഐക്കൺസിനും എല്ലാ കാര്യത്തിലും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടച്ച് ഉണ്ടാവും. മൂന്നാമത്, ഈ OSൻ്റെ ഫീച്ചേഴ്സാണ്. അതായത് യൂസേഴ്സിന് ഇഷ്ടമുള്ള രീതിയിൽ ഇതിന് പല പല കാര്യങ്ങൾ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഈ ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതായത് നത്തിങ് OSനെ കുറിച്ച് പറയാനുള്ളത്. പൊതുവെ ആളുകൾ അങ്ങനെ OSനെ കുറിച്ചൊന്നും നോക്കാറില്ല. പക്ഷെ ഒരിക്കൽ നിങ്ങൾ നത്തിങ് ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾ ആ ഫോൺ തന്നെ യൂസ് ചെയ്യും, കാരണം അതിൻ്റെ ഈ OS ആണ്. രണ്ടാമത് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റിയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ മറ്റ് ഫോൺസിനെ അപേക്ഷിച്ച് ഇതിൻ്റെ ക്യാമറയുടെ ക്വാളിറ്റി അപാരമാണ്. 20,000 രൂപയ്ക്ക് അണ്ടറിൽ വരുന്നൊരു സ്മാർട്ട് ഫോണിന് ഇത്രയും മികച്ചൊരു ക്യാമറ ക്വാളിറ്റി കിട്ടുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അതുമാത്രമല്ല, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിലൊരു ടെലിഫോട്ടോ ലെൻസ് ഈ ഫോണിന് കൊടുത്തിട്ടുണ്ട്. അത് അധികമൊന്നും വേറെ സ്മാർട്ട് ഫോണിന് ഞാൻ കണ്ടിട്ടില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന, അതായത് 50 mm ഫോക്കൽ ലെങ്ത് വരുന്നൊരു ടെലിഫോട്ടോ ലെൻസും കൂടെ ഈ ഫോണിൽ അവർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു 50 mm ലെൻസ് കൊണ്ട് നിങ്ങൾക്ക് ചന്ദ്രൻ വരെ സൂം ചെയ്യാൻ പറ്റില്ല, S22, S25 അൾട്രാ വരെയൊന്നും. പക്ഷേ നിങ്ങൾക്ക് ഈ ലെൻസ് യൂസ് ചെയ്തുകൊണ്ട് പോർട്രേറ്റ് ഷോട്ട്സൊക്കെ 2x ഇട്ടിട്ട് നന്നായിട്ട് എടുക്കാൻ പറ്റും, അടിപൊളിയാണ്. പിന്നീട് ഈ ഫോൺസിൻ്റെ വേറെ പ്രത്യേകതയാണ്, ഇതിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ അറ്റാച്ച്മെൻറ്റ്സ് മേടിക്കാൻ പറ്റും ഈ ഫോൺസിന് വേണ്ടിയിട്ട്. ഒന്ന് മാക്രോ ലെൻസും, രണ്ടൊരു ഫിഷ് ഐ ലെൻസും. ഈ മാക്രോ ലെൻസൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വളരെ ചെറിയ ഒബ്ജക്ട്സിൻ്റെ അടുത്ത് പോയിട്ട് ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കാൻ പറ്റും. പിന്നീടൊരു ഫിഷ് ഐ ലെൻസ്. ഫിഷിൻ്റെ കണ്ണിൽ കൂടെ എങ്ങനെയാണോ കാണുന്നത്, ഫിഷ് എങ്ങനെയാണോ കാണുന്നത് അതുപോലെ കാണും. പിന്നീട് ഡിസൈനിലേക്ക് വരുവാണെങ്കിൽ മറ്റുള്ള ഫോൺസ് വെച്ച് കമ്പയർ ചെയ്യുമ്പം വളരെ സ്ലിമ്മാണ് ഈ ഫോൺ. അതോടൊപ്പം യൂണീക്ക് ഡിസൈനിലാണ് വരുന്നത്. ഒരു മോഡുലർ ഫോൺ പോലെ നമുക്കിതിൻ്റെ ബേക്കിലത്തെ സ്ക്രൂസൊക്കെ അയക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ സ്ക്രൂ ഡ്രൈവറൊക്കെ കിട്ടും നമുക്ക്. അത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സ്ക്രൂസൊക്കെ അയക്കാൻ പറ്റും. അയച്ചിട്ട് ഇതിൻ്റെ ബാക്കിലത്തെ കേസ് മാത്രം നമുക്ക് മാറ്റി ഇടാൻ പറ്റും. പല പല കളേഴ്സിൽ ഇത് വരുന്നുണ്ട്. അതായത് ഒരു മോഡുലാർ ഫോൺ പോലെ നമുക്ക് എല്ലാ പാർട്സും അയച്ചെടുക്കാൻ പറ്റില്ല. ഇതിൻ്റെ ബാക്കിലത്തെ കേസ് മാത്രം അയച്ചെടുക്കാൻ പറ്റും. മറ്റുള്ള ഫോണുകൾ കമ്പയർ നോക്കുമ്പോൾ ഇതൊരു പ്ലസ് പോയിൻ്റാണ്. ഈ ഫോണിൻ്റെ വേറൊരു ഹൈലൈറ്റാണ് ഇതിൻ്റെ ഡിസ്പ്ലേ. അതായത് ഒരു AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 120 Hz സപ്പോർട്ട് ചെയ്യും. ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് 3000 nits ആണ്. അതായത് നിങ്ങൾക്ക് നട്ടുച്ച വെയിലത്ത് പോയി നിന്നാലും ഇതിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടിയിടുവാണെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പിന്നീട് അതിൻ്റെ ഫിംഗർ പ്രിൻ്റ് സൈഡിലും ബാക്കിലും ഒന്നാലും അതിൻ്റെ ഫിംഗർ പ്രിൻ്റ് വരുന്നത് അണ്ടർ ഡിസ്പ്ലേ ആണ്. 5000 mAh ഒരു ബാറ്ററിയാണ് ഇതിനകത്ത് വരുന്നത്. അതോടൊപ്പം 33 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. അപ്പം നന്നായിട്ട് ബാറ്ററി ബാക്കപ്പ് കിട്ടും. അതിൻ്റെ കാര്യത്തിലും നത്തിങ് യാതൊരുവിധ കോംപ്രമൈസും ചെയ്തിട്ടില്ല. പിന്നീട് സൗണ്ടിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിലും സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഫോണിൻ്റെ മുകളിലും താഴെ സ്പീക്കർ ഉണ്ടാവും. നിങ്ങൾ സിനിമയൊക്കെ അതായിട്ട് കാണുന്നവരാണെങ്കിൽ അടിപൊളിയായിരിക്കും, കാരണം അതിൻ്റെ ഡിസ്പ്ലേ അടിപൊളിയാണ്, സൗണ്ടും അടിപൊളിയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ ഒരു ഫോണിലും കിട്ടാത്ത അടിപൊളി യൂസർ എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം. പിന്നീട് ഒരു അടിപൊളി ക്യാമറ, 5000 mAh ബാറ്ററി ബാക്കപ്പ്, 120 Hz സപ്പോർട്ട് ചെയ്യുന്ന ഒരു AMOLED ഡിസ്പ്ലേ, പിന്നീട് അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ്. CMF ഫോൺ 2 Pro. ഈ ഫോൺ ഇറങ്ങിയ സമയത്ത് ഇതിൻ്റെ പ്രൈസ് ഏകദേശം 15,000 രൂപയാണ്.
ഇപ്പോൾ ഏകദേശം 18 മുതൽ 20ൻ്റെ അടുത്ത് വരെയാണ് ഇതിൻ്റെ പ്രൈസ്. പക്ഷേ ഓഫറിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 15-16 രൂപയ്ക്ക് ഈ ഫോൺ പർച്ചേസ് ചെയ്യാൻ പറ്റും.